ഈ ഒരു സാരിയിൽ നമ്മൾ പെയിൻറ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന കേരള സാരിയാണ്. ഇതിൽ ചെത്തിപ്പൂവിൻ്റെ ഡിസൈന് ഫ്രീ ഹാൻഡായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ എടുത്തിരിക്കുന്നത് റെഡിൻ്റെ ഷെയ്ഡ് എടുത്തിട്ടുണ്ട്, പിന്നെ അതിൻ്റെ പിങ്ക് ഷെയ്ഡ് എടുത്തിട്ടുണ്ട്, ഓറഞ്ച്, പിന്നെ ഗ്രീൻ്റെ 2 ഷെയ്ഡ്, യെല്ലോ ഷെയ്ഡ്, പിന്നെ വൈറ്റ് ഷെയ്ഡ്. ഇത്രയും ഷെയ്ഡ്സാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഡിസൈൻ ഒന്നും ട്രേസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഫ്രീ ഹാൻഡായിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ പല്ലു പോർഷനിൽ ഞാൻ പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് സ്റ്റെമ്മും ലീഫും ഒക്കെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. മിക്കവരും അത് ട്രേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യാറുള്ളത്, പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഞാൻ ഈ പറയുന്ന പോലെ ചെയ്താൽ നമുക്ക് ട്രേസിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് എവിടെയാണ് ഡിസൈൻ വേണ്ടത് അവിടെ സ്റ്റെമ്മും ലീഫും ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഞാനൊരു പാലറ്റിലേക്ക് 3 കളർ ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. റെഡ്, ഓറഞ്ച്, പിങ്ക്. ഈ 3 കളർ ഷെയ്ഡ് വെച്ചിട്ടാണ് നമ്മൾ പെറ്റൽസ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ സ്റ്റെമ്മിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു 4 പെറ്റൽ ഞാൻ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ എടുത്തിരിക്കുന്ന ബ്രഷ് എന്ന് പറഞ്ഞാൽ സൈസ് നമ്പർ 4 ആണ്, റൗണ്ട് ബ്രഷാണ്. അത് വെച്ചിട്ട് ദേ ഈ ഒരു രീതിയിൽ ചെയ്താൽ നമുക്ക് പെറ്റൽസ് കിട്ടുന്നതാണ്. പിന്നെ ഈ ഒരു ഫ്ലവറില്ലേ, ഈ ചെറിയ ഫ്ലവറിന് പല കളർ ഷെയ്ഡ് വരാനായിട്ട് ഇടയ്ക്ക് വേണമെങ്കിൽ ഓറഞ്ചും അതുപോലെ പിങ്കും ഒക്കെ ഒന്ന് ചെറുതായിട്ട് ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ട് മെർജ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ആ ഒരു പെർഫെക്ഷൻ ആ ഫ്ലവേഴ്സിന് വരുന്നതാണ്. പിന്നെ ഇനിയും ഈ ഇതുപോലത്തെ കുറേ ഫ്ലവേഴ്സ് വരുന്നതായിരിക്കുമല്ലോ ഒരു ചെത്തിപ്പൂവിൻ്റെ ബഞ്ചെന്ന് പറയുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടാനായിട്ട് ജസ്റ്റ് പെൻസിൽ വെച്ചിട്ട് റൗണ്ട് ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കതിൻ്റെ ഉള്ളിൽ ഇതുപോലെ പെറ്റൽസ് ചെയ്ത് കൊടുത്താൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ചെത്തിപ്പൂ കിട്ടുന്നതാണ്. അതുപോലെ ചെത്തി പല ടൈപ്പിലുണ്ടല്ലോ, ലെങ്ത് കൂടിയ ഫ്ലവേഴ്സ് വരുന്നതുണ്ട്, പിന്നെ ലെങ്ത് കുറഞ്ഞതുണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടം പോലെ നമുക്കത് ചെയ്ത് കൊടുക്കാവുന്നേ. ഞാനിവിടെ ചെറിയ ഫ്ലവേഴ്സാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ 2 ഫ്ലവർ ഞാനിപ്പോൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി 3rd ഫ്ലവർ ചെയ്യുമ്പം ഇതിൻ്റെ 2ൻ്റെയും നടുക്ക് വരുന്ന പോലെ വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ ഇടയ്ക്കെങ്ങാനും ഗ്യാപ്പ് പോലെ വരുവാണെങ്കിൽ അവിടെ ജസ്റ്റ് ഒരൊറ്റ പെറ്റലായിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു പെർഫെക്ഷൻ വരും. ആ റൗണ്ട് ഷേപ്പിനനുസരിച്ച് നമ്മളിതുപോലെ ചെയ്താൽ മതി. കറക്റ്റായിട്ട് തന്നെ എല്ലാവർക്കും കിട്ടും. ഇതിന് ഡിസൈൻ ട്രേസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ചെയ്താൽ തന്നെ നമുക്ക് ആ ഷേപ്പൊക്കെ കിട്ടുന്നതാണ്. ഇനി ലീഫ് ചെയ്യാനായിട്ട് സാപ്പ് ഗ്രീന്, യെല്ലോ, പിന്നെ യെല്ലോയും സാപ്പ് ഗ്രീനും മിക്സ് ചെയ്തൊരു ഗ്രീൻ ഷെയ്ഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ വൈറ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഈ ലീഫിൻ്റെ ബോർഡറിലൂടെ ഡാർക്ക് സാപ്പ് ഗ്രീൻ ഉണ്ടല്ലോ, അത് ഔട്ട്ലൈൻ പോലെ കൊടുത്തിട്ട് മെർജ് ചെയ്തെടുക്കുവാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ലൈറ്റ് ഷെയ്ഡൊക്കെ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓരോ ലീഫും ഓരോ രീതിയിലായിരിക്കും വരുന്നത്. സാധാരണ അങ്ങനെയാണ് ലീഫുകൾ ഒക്കെ വരാറുള്ളത്. എന്ന് വെച്ചാൽ എല്ലാം ഒരുപോലെയല്ല. അപ്പം നമ്മൾ മിക്സിങ്ങിലാണ് ആ ഒരു ചേഞ്ച് നമുക്ക് ലീഫിൽ വരുത്താൻ പറ്റുന്നത്. അപ്പം ഞാനിവിടെ ഡാർക്കും ലൈറ്റും പിന്നെ ഇടയ്ക്ക് വൈറ്റും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ലീഫിൽ ഫില്ലിങ് ചെയ്യുന്നത്.
ഇനി സ്റ്റെമ്മിൽ നമ്മൾ സാപ്പ് ഗ്രീനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് വെച്ചിട്ട് ഇതുപോലെ വരച്ച് കൊടുക്കുവാണ്. പിന്നെ ചിലർ ചോദിക്കാറുണ്ട് മീഡിയം ഇതിന് മിക്സ് ചെയ്യണമെന്ന്. അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് മീഡിയമിൻ്റെ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ വേറെ പ്രത്യേകിച്ച് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ചേർത്താലും കുഴപ്പമില്ല. അപ്പോൾ എങ്ങനെ വെള്ളം ചെയ്യാൻ, ഈ മീഡിയം ചേർക്കുന്നത് ഈ വാട്ടറൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പം തുണിയിൽ ഇങ്ങനെ സ്പ്രെഡായി പോകില്ല, അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് മീഡിയം സാധാരണ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിനകത്ത് കുറച്ചുള്ളത് കൊണ്ട് അങ്ങനെ അധികം അങ്ങനെ പോകാറില്ല. പിന്നെ ഒത്തിരി വെള്ളം ഒന്നും ചേർത്തിട്ടല്ല ഞാനിവിടെ ചെയ്ത് കൊടുക്കുന്നത്. ചില കേസിൽ നമുക്ക് വെള്ളം ചേർക്കേണ്ടി വരും. ലീഫിൽ ചെയ്തപ്പോൾ കുറച്ച് വെള്ളമൊക്കെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റെമ്മിൽ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, ജസ്റ്റ് ഇതുപോലെ വരച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. പിന്നെ ഈ ഒരു പോർഷനിൽ ചെറുതായിട്ട് ഇതുപോലെ സ്റ്റെമ്മ് വരച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ ഞാൻ 000 ബ്രഷ് വെച്ചിട്ടാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ ചെറിയ ചെറിയ ലൈൻസ് ഇതുപോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് കണക്റ്റ് ചെയ്യാൻ വേണ്ടി വരയ്ക്കുന്നതാണ് കേട്ടോ. അതും 000 ബ്രഷ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഫ്ലവേഴ്സ് തമ്മിൽ കണക്റ്റ് ചെയ്യാനായിട്ട് റെഡ് പെയിൻ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ട് ഇതുപോലെ ചെറിയ ലൈൻസ് വരച്ച് ആ ഫ്ലവേഴ്സ് തമ്മിലൊന്ന് കണക്റ്റും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഫ്ലവറിൻ്റെ നടുക്കായിട്ട് ഞാൻ ചെറിയ ഡോട്ടും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓറഞ്ച് കളർ വെച്ചിട്ടാണ് ഞാൻ ഈ ഡോട്ട് കൊടുക്കുന്നത്. അപ്പം ഇത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ഒരു പെർഫെക്ഷൻ തോന്നുന്നത് ആ ഒരു ഡോട്ടും കൂടെ വന്നപ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനൊരു ഡോട്ട് കൊടുക്കുന്നുണ്ട്. പെയിൻറ്റിങ് കംപ്ലീറ്റ് ആകുമ്പോൾ ഇതുപോലെയാണ് വരുന്നത്. ഇത് പല്ലു പോർഷനാണ് കേട്ടോ. ഫുള്ളായിട്ട് ഇതുപോലെ ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ ബോർഡറിൽ ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ബഞ്ച് പോലെ ചെസ്റ്റ് പോർഷനിലും പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടല്ലോ, ആ ഒരു ഭാഗം കാണുന്ന ഭാഗത്തൊക്കെ ഈ ഒരു ചെത്തിപ്പൂ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഒക്കേഷൻസ് വരുമ്പം സ്വന്തമായിട്ട് തന്നെ ഇതുപോലത്തെ ഡിസൈൻസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.